നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എ പെൻഡഗണൽ പിരമിഡ് ബേസ് 2.5 centimeter and height 6 centimeter stands vertically with a base on HP and a base edge perpendicular to VP. Next sentence, a cutting plane perpendicular to HP. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ കട്ടിംഗ് പ്ലെയിൻ എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആണ്. നമ്മൾ ഇത്രയും നേരം ചെയ്തത് വി പിക്ക് പെർപെൻഡിക്കുലർ ആയിരുന്നു, ഇവിടെ എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് ഇൻക്ലൈൻഡ് അറ്റ് 20 degree with VP cuts the pyramid at a distance 7 millimeter from its axis and in front of the section. Draw the front view, top view and true shape. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കണക്ക് തന്നെ ഒരു പെൻഡഗണൽ പിരമിഡ് വരച്ചിട്ടുണ്ട്. പെൻഡഗണൽ പിരമിഡിൻ്റെ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ. ഇതിനകത്ത് പെൻഡഗണൽ പിരമിഡ് വരച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ബേസ് എഡ്ജ് XY ലൈനിന് അല്ലെങ്കിൽ വി പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രീതിയിലാണ് പെൻഡഗണൽ പിരമിഡ് വരച്ചിരിക്കുന്നത്. അതായത് ഇപ്പം ഞാൻ ഇതിനകത്ത് വരച്ചിരിക്കുന്നത് AB എന്ന് പറയുന്ന ബേസ് എഡ്ജ് XY ലൈനിന്, ഇത് XY ലൈനാണ്, XY ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. XY ലൈനിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അത് വി പിക്ക് പെർപെൻഡിക്കുലർ എന്ന് തന്നെയാണ്. ഇനി ക്വസ്റ്റിനകത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു HP. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് സ്ട്രെസ് ചെയ്ത് പറയേണ്ട കാര്യം, സെക്ഷൻ പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു HP എന്നാണ് പറയുന്നത്. സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP ആണെങ്കിൽ നമ്മളുടെ കട്ടിംഗ് ലൈൻ കാണുന്നത് XY ലൈനിന് താഴെയായിരിക്കും. XY ലൈനിന് താഴെയായിരിക്കും, അതായത് ടോപ്പ് വ്യൂവിലായിരിക്കും നമ്മളുടെ കട്ടിംഗ് പ്ലെയിൻ കാണുന്നത്. ഇങ്ങനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആംഗിളിൽ XY ലൈനിന് താഴെയായിരിക്കും നമ്മളുടെ കട്ടിംഗ് പ്ലെയിൻ കാണുക. എപ്പോഴാണ്? when the cutting plane is perpendicular to HP ആകുമ്പോൾ. എന്നാൽ കട്ടിംഗ് പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP ആകുമ്പോൾ XY ലൈനിന് മുകളിൽ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് കട്ടിംഗ് പ്ലെയിൻ കാണാൻ സാധിക്കും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഇറ്റ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ വിച്ച് ഈസ് ഇൻക്ലൈൻഡ് 20 degree വിത്ത് VP. നമ്മൾ നേരത്തതിനകത്തൊക്കെ ഇൻക്ലിനേഷൻ പറഞ്ഞിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു HP ആയിരുന്നു. എന്നാൽ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP പറയുകയാണെങ്കിൽ ഇൻക്ലിനേഷൻ പറയുന്നതെല്ലാം VP വിത്ത് റെസ്പെക്റ്റ് ആയിരിക്കും. നിങ്ങളപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, സെക്ഷൻ പ്ലെയിൻ ഏത് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക ആദ്യം. ഓക്കെ, സോ ഇതിനകത്ത് പറയുന്നത് ഇറ്റ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP and inclined 20 degree with VP. Inclined 20 degree with VP cuts the pyramid at a distance of 7 millimeter from its axis and in front of the section. അപ്പം നമ്മൾ ടോപ്പ് വ്യൂവിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളുടെ ഫ്രണ്ട് വ്യൂവിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മളുടെ ആക്സിസ് ലൈൻ ഇത് പറയുക. അതായത് ഇപ്പം ഞാൻ ഈ പറയുന്ന ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇപ്പം ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP ആണ്. നമ്മൾ ഇത്രയും നാളും ചെയ്തത് അതായിരുന്നു. ആ VPയുടെ കേസിൽ ആക്സിസ് പറയുമ്പോഴെല്ലാം നമ്മൾ ഈ ആക്സിസ് ആണ് എടുക്കേണ്ടത്. മനസ്സിലായോ? നമ്മളുടെ ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന ആക്സിസ് ആണ് എടുക്കേണ്ടത്. കാര്യം എന്താണ്? നമ്മളുടെ സെക്ഷൻ പ്ലെയിൻ എപ്പോഴും ഫ്രണ്ട് വ്യൂവിലാണ് നമ്മൾ വരയ്ക്കുന്നത്. എന്നാൽ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ സെക്ഷൻ പ്ലെയിനും കട്ടിങ്ങും എല്ലാം നമ്മൾ കാണിക്കുന്നത് ടോപ്പ് വ്യൂവിലാണ്. നോക്കിക്കേ, ടോപ്പ് വ്യൂവിലാണ്. സോ ടോപ്പ് വ്യൂവിൽ ആക്സിസിൽ നിന്നും 7 millimeter മാറിയാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ടോപ്പ് വ്യൂവിലെ ആക്സിസ് ഏതാണ്? ഇതേണ്ട ഈ മിഡ് പോയിന്റ് അല്ലേ ആക്സിസിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. സോ ആ ആക്സിസിൽ നിന്ന് വേണം, അല്ലെങ്കിൽ ഈ മിഡ് പോയിന്റിൽ നിന്ന് വേണം 7 millimeter മാറി വരയ്ക്കാൻ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ടോപ്പ് വ്യൂവിൽ ആക്സിസ് എന്ന് പറയുന്നത് ഇതേണ്ട ഈ പോയിന്റ് ആണ്. കാരണം ആക്സിസ് ഇങ്ങനെ ഇരിക്കുകയാണ് നേരെ മോളോട്ട്. നമ്മൾ മോളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പോയിന്റ് ആയിട്ടാണ് ആക്സിസ് കാണുന്നത്. സോ ആക്സിസിൽ നിന്നും 7 millimeter മാറി വേണം കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ എളുപ്പം ഒരു മാർഗ്ഗമുണ്ട്. കോമ്പസ് എടുക്കുക, കോമ്പസിൽ 7 millimeter ആദ്യം അങ്ങ് എടുക്കുക. 7 millimeter ആദ്യം അങ്ങ് എടുക്കുക. ഓക്കെ, കോമ്പസിൽ 7 millimeter എടുത്തതിന് ശേഷം നമ്മളുടെ ആക്സിസ് അല്ലെങ്കിൽ മിഡ് പോയിന്റിൽ കുത്തി ഒരു സർക്കിൾ അവിടെ അങ്ങ് വരച്ച് വെച്ചേക്കുക. ലൈറ്റായിട്ട് ഒരു സർക്കിൾ വരച്ച് വെച്ചേക്കുക. കണ്ടോ? ഒരു സർക്കിൾ ലൈറ്റായിട്ട് ഞാൻ വരച്ചിരിക്കുന്നത് കണ്ടോ? എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, ഇനി ഈ സർക്കിളിൽ ടച്ച് ചെയ്തുകൊണ്ട് നമ്മളുടെ കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്താൽ സെൻറ്ററിൽ നിന്നും 7 millimeter മാറിയാണ് ആക്സിസ് ലൈൻ പോവുക.
ഈ സെൻറ്ററിൽ കുത്തി 7 മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സർക്കിളാണ്, അല്ല 7 മില്ലിമീറ്റർ റേഡിയസിൽ നമ്മളൊരു സർക്കിൾ വരച്ചു. ഇനി ഈ സർക്കിളിനെ ടാൻജൻ്റ് ആക്കിക്കൊണ്ട് നമ്മൾ ഒരു കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കുകയാണെങ്കിൽ അത് സെൻറ്ററിൽ നിന്നും 7 മില്ലിമീറ്റർ മാറിയായിരിക്കും കടന്നു പോകുന്നത്. ക്വസ്റ്റ്യനിനകത്ത് ആ സ്പെസിഫിക്കേഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഇനി എന്താണ് വേണ്ടത്? ഇനി ക്വസ്റ്റ്യനകത്ത് പറയുന്നത് വെച്ചാൽ 7 മില്ലിമീറ്റർ ആക്സിസിൽ നിന്നും 7 മില്ലിമീറ്റർ മാറി കടന്നു പോകണം. അത് മാത്രമല്ല വി പി ആയിട്ട് 20 ഡിഗ്രി ഇൻക്ലൈൻഡും ആയിരിക്കണം. വി പി ആയിട്ട് 20 ഡിഗ്രി ഇൻക്ലൈൻഡും ആയിരിക്കണം. അപ്പോൾ അതിന് ചെയ്യാൻ വേണ്ടി നമുക്കൊരു മാർഗമുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. വി പി ആയിട്ട് 20 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, അത് ചെയ്യാൻ വേണ്ടി ഒരു എളുപ്പ മാർഗം എന്ന് ചോദിച്ചാൽ 20 ഡിഗ്രിയിൽ പാസ് ചെയ്യുകയും വേണം. ആക്സിസിൽ നിന്നും 7 മില്ലിമീറ്റർ മാറിയായിരിക്കണം. ഈ ആക്സിസിൻ്റെ ഇൻ ഫ്രണ്ടുമായിരിക്കണം എന്ന് ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്. സോ നമ്മൾ പൊട്രാക്ടർ ഇങ്ങോട്ട് എടുക്കുക. 20 ഡിഗ്രിയുടെ ലൈൻ കണ്ടോ, ഇതാണ് 20 ഡിഗ്രിയുടെ ലൈൻ. നമ്മൾ ഈ പൊട്രാക്ടർ പതുക്കെ മാറ്റി 20 ഡിഗ്രിയുടെ ലൈൻ, ഈ പൊട്രാക്ടർ എന്ന് പറയുന്നത് XY ലൈനിന് പാരലായിട്ടാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്. XY ലൈനിന് പാരലായിട്ട് വെച്ചിട്ട് 20 ഡിഗ്രിയുടെ ലൈൻ നമ്മൾ ആദ്യം വരച്ച സർക്കിളിന് ടാൻജൻ്റ് ആയിട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ പൊട്രാക്ടർ വെക്കുക. ടാൻജൻ്റ് ആയിട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ പൊട്രാക്ടർ വെക്കുക. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതാണ് നമ്മളുടെ XY ലൈൻ. XY ലൈനിന് നേരെ പാരലായിട്ടുള്ള ലൈനാണ് OD എന്ന് പറയുന്ന ലൈൻ. OD എന്ന് പറയുന്ന ലൈൻ നമുക്ക് വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി പൊട്രാക്ടർ എടുക്കുക. നേരെ 20 ഡിഗ്രി ടാൻജൻ്റ് ആയിട്ടുള്ളത് നോക്കുക. 20 ഡിഗ്രി ടാൻജൻ്റ് അത് നമ്മൾ നേരെ നമ്മളുടെ പൊട്രാക്ടർ എടുക്കുക. ഈ OD എന്ന് പറയുന്ന ലൈൻ കണ്ടോ, OD എന്ന് പറയുന്ന ലൈൻ, ആ OD എന്ന് പറയുന്ന ലൈനിൽ പൊട്രാക്ടർ ഒന്ന് വെക്കുക. പൊട്രാക്ടറിൻ്റെ മിഡ് പോയിൻ്റ് ഈ ഒരു പോയിൻ്റ് വരത്തക്ക രീതിയിൽ വെക്കുക. അതിനുശേഷം ഒന്ന് പതുക്കെ മാറ്റി നോക്കുമ്പോൾ ഏത് പൊസിഷനിൽ എത്തുമ്പോഴാണ് നമ്മളുടെ 20 ഡിഗ്രിയുടെ ഈ ലൈനില്ലേ, 20 ഡിഗ്രിയുടെ ലൈൻ ഈ നമ്മളുടെ 7 മില്ലിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിനെ ടാൻജൻ്റ് ആക്കി കടന്നു പോകുന്നതെന്ന് നോക്കുക. അതനുസരിച്ച് നമ്മൾ മാറ്റി നോക്കുക. അപ്പോൾ മാറ്റി നോക്കുമ്പോൾ ODയുടെ പുറത്ത് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലൈറ്റായിട്ട് ODയുടെ ലൈൻ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തേക്കണം, വളരെ ലൈറ്റായിട്ട്. അതിൻ്റെ ആവശ്യം നമുക്കില്ല, എന്നാലും നമുക്ക് പൊട്രാക്ടർ വെക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ആ ലൈൻ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടു. അതിനുശേഷം ഞാൻ നോക്കിക്കേ, പൊട്രാക്ടർ വെച്ചിട്ട് ആ ലൈനിലൂടെ പാസ് ചെയ്ത് ഞാൻ എൻ്റെ 20 ഡിഗ്രിയുടെ ആ ലൈൻ സോളിഡിൻ്റെ അപ്പെക്സിലൂടെ പാസ് ചെയ്യണം. ഇതാണ് എൻ്റെ 20 ഡിഗ്രിയുടെ ലൈൻ. ഞാനതിനെ മാറ്റി നോക്കുക. ഏത് പോയിന്റിൽ എത്തുമ്പോഴാണ് 20 ഡിഗ്രിയുടെ ലൈൻ അതിൻ്റെ ആക്സിസിലൂടെ പാസ് ചെയ്ത് പോകുന്നത്, അല്ല ടാൻജൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നതെന്ന് നോക്കുക. ഈ പൊട്രാക്ടർ വെച്ച് നോക്കാൻ അല്പം ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ സാധാരണ ക്യാമലിൻ്റെ ഒക്കെ പൊട്രാക്ടർ ആണെങ്കിൽ എളുപ്പമാണ്. ഇതിൻ്റെ നടുക്കൊരു ഗ്യാപ്പ് ഉള്ള കാരണം നമുക്ക് ഈ ലൈൻ തമ്മിൽ ജോയിനിങ് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും അപ്രോക്സിമേറ്റ്ലി ആ ഡിയുടെ ഇപ്പുറയായിട്ട് നമുക്കൊരു പോയിന്റ് കിട്ടി. ഇതേണ്ടേ ഈ പോയിന്റ് കിട്ടി. ഓക്കെ, ഈ പോയിന്റിൽ കൂടെയാണ് നമ്മളുടെ 20 ഡിഗ്രിയുടെ ലൈൻ പാസ് ചെയ്ത് പോകുന്നത്. കണ്ടോ, ഈ പോയിന്റ് വെച്ചാൽ നമുക്ക് മനസ്സിലാകാം അതിലൂടെയാണ് 20 ഡിഗ്രിയുടെ ലൈൻ പാസ് ചെയ്ത് പോകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഈ ടാൻജൻറ്റും ആ 20 ഡിഗ്രിയുടെ ലൈനൂടെ ചേർത്ത് നമ്മൾ ലൈറ്റായിട്ടൊരു ലൈൻ നമ്മളുടെ XY ലൈനിലേക്ക് അങ്ങ് വരയ്ക്കുക, വളരെ ലൈറ്റായിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ ലൈനൊന്ന് മെഷർ ചെയ്ത് നോക്കുക, 20 ഡിഗ്രി ഉണ്ടോ എന്ന് നോക്കിക്കേ. അത് കറക്റ്റ് 20 ഡിഗ്രി ഉണ്ട്, കണ്ടോ. സോ നമ്മളപ്പോൾ എന്താ ചെയ്തതിനകത്ത്, നോക്കിക്കേ 20 ഡിഗ്രി കണ്ടോ. നമ്മൾ എന്ത് ചെയ്തു, 20 ഡിഗ്രിയിൽ ലൈൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു, പൊട്രാക്ടർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ആദ്യം 7 മില്ലിമീറ്റർ റേഡിയസ് ഉള്ളൊരു സർക്കിൾ വരച്ചു. അതിനുശേഷം പൊട്രാക്ടർ എവിടെയാണ്, XYക്ക് പാരലായിട്ടുള്ള OD എന്ന് പറയുന്ന എഡ്ജിൽ പൊട്രാക്ടർ വെച്ചു. അതൊന്ന് നീക്കി 20 ഡിഗ്രിയുടെ ലൈൻ ആ 7 മില്ലിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിൽ ടാൻജൻ്റ് ആയിട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ വെച്ചു.
അതിനുശേഷം ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, ആ ടാൻജൻറ്റിൽ കൂടി ആ ലൈൻ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് വളരെ ലൈറ്റായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് XY ലൈനിൽ കൊണ്ട് ടച്ച് ചെയ്യിപ്പിക്കുക. അതിനുശേഷം XY ലൈനിൽ വെച്ചൊന്ന് മെഷർ ചെയ്ത് നോക്കുക 20 ഡിഗ്രി ഉണ്ടോ എന്ന്. നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 20 ഡിഗ്രി ഉണ്ട് എന്ന്. 20 ഡിഗ്രി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ ആ ലൈനിനെ അങ്ങ് ലൈറ്റായിട്ടൊന്ന് മായ്ച്ചിട്ട് അത് കട്ടിങ് പ്ലെയിൻ ആയിട്ട് വരയ്ക്കുക. സോ നമ്മളുടെ കട്ടിങ് പ്ലെയിൻ ആണ് നമ്മൾ ആ വരച്ചത്. കണ്ടോ, ഇതാണ് നമ്മളുടെ കട്ടിങ് പ്ലെയിൻ. സോ കട്ടിങ് പ്ലെയിൻ പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, നമ്മളുടെ കട്ടിങ് പ്ലെയിൻ പാസ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. കട്ടിങ് പ്ലെയിൻ 20 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് അപ്പെക്സിൽ നിന്നും 7 മില്ലിമീറ്റർ മാറി ആക്സിസിന് ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ താഴോട്ട്, എന്ന് പറഞ്ഞാൽ താഴോട്ട്, ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ. ഒബ്സർവർ ഇവിടെ നിന്നാണ് നോക്കുന്നത്. ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് ദി ആക്സിസ് എന്ന് പറഞ്ഞാൽ ആക്സിസിൻ്റെ മുമ്പിലും, ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ ആക്സിസിൻ്റെ പുറകിലുമാണ് ഉദ്ദേശിക്കുന്നത്. കേട്ടോ, കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണം. എങ്ങനെയാണ് 20 ഡിഗ്രി എടുത്ത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കട്ടിംഗ് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. വേണ്ടേ കട്ടിംഗ് പോയിന്റ്സ് ഈ എഡ്ജിൽ, ബേസ് എഡ്ജ് BC എന്ന് പറയുന്ന ബേസ് എഡ്ജിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ 1 എന്ന് നെയിം ചെയ്തു. പിന്നെ കട്ടിംഗ് എഡ്ജ് പാസ് ചെയ്ത്, അല്ലെങ്കിൽ കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്ത് പോകുമ്പോൾ OC എന്ന് പറയുന്ന ലാറ്ററൽ എഡ്ജിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയും പാസ് ചെയ്യുമ്പോൾ D എന്ന് പറയുന്ന കോർണറിൽ കട്ട് ചെയ്തിട്ടുണ്ട്. 3 1 2 3 മനസ്സിലായോ? 1 2 3 1 എന്ന് പറയുന്നത് ഏത് എഡ്ജാണ്? ബേസ് എഡ്ജാണ്. BC എന്ന് പറയുന്ന ബേസ് എഡ്ജിലും 2 എന്ന് പറയുന്ന പോയിന്റ് OC എന്ന് പറയുന്ന ലാറ്ററൽ എഡ്ജിലും 3 എന്ന് പറയുന്നത് D എന്ന് പറയുന്ന കോർണറിലുമാണ്. ഇനി ഞാൻ ഇതിനെ മോളോട്ട് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. മോളോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചെയ്തത്. നേരത്തെ നമുക്ക് ഇവിടെ കട്ടിംഗ് പ്ലെയിൻ കിട്ടി, അതിനെ നേരെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് ഇവിടെ നമുക്ക് ആ സെക്ഷണൽ വ്യൂ കിട്ടും. ഇവിടെ ആണെങ്കിലോ താഴെ കട്ടിംഗ് പ്ലെയിൻ ഉണ്ട്, അതിനെ മോളോട്ട് പ്രൊജക്റ്റ് ചെയ്ത് മുകളിൽ സെക്ഷണൽ വ്യൂ കിട്ടും. നോക്കിക്കേ, 1നെ മോളോട്ട് പ്രൊജക്റ്റ് ചെയ്യണം. എവിടം വരെ ഞാൻ പ്രൊജക്റ്റ് ചെയ്യണം? 1 എന്ന് പറയുന്നത് BC എന്ന് പറയുന്ന ബേസ് എഡ്ജിലാണ്. സോ ഞാൻ ഇവിടുത്തെ എൻ്റെ BC എന്ന് പറയുന്ന ബേസ് എഡ്ജ് വരെ പ്രൊജക്റ്റ് ചെയ്താൽ മതി. സോ നോക്കുക, ഞാൻ നേരെ മുകളിലോട്ട് ലൈറ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്തു. നോക്കുക, BC എന്ന് പറയുന്ന എൻ്റെ ബേസ് എഡ്ജിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ചു 1. സോ ഇതാണ് നമ്മളുടെ 1'. കണ്ടോ, 1'. ഇനി 2 എന്ന് പറയുന്നത് OC എന്ന് പറയുന്ന ലാറ്ററൽ എഡ്ജിലാണ്. നമ്മളുടെ ഫ്രണ്ട് വ്യൂവിൽ OC ഏതാണ്? O', C' എന്ന് പറയുന്ന ഈ ലാറ്ററൽ എഡ്ജിലാണ്. അപ്പോൾ ഞാൻ മോളോട്ട് പ്രൊജക്റ്റ് ചെയ്ത് എവിടം വരെ കൊണ്ടുവരണം? O', C' കൊണ്ട് ടച്ച് ചെയ്യിപ്പിക്കണം. അത് മറക്കരുത്. നിങ്ങൾ OC എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇതിനെയും പ്രൊജക്റ്റ് ചെയ്ത് ബേസിൽ കൊണ്ടുവെക്കും അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്കാണ്. അതുമല്ലെങ്കിൽ BC എന്ന് പറയുന്നത് ബേസ് എഡ്ജ് ആണെന്ന് ഓർക്കാതെ നിങ്ങൾ നേരെ പ്രൊജക്റ്റ് ചെയ്ത് ഈ ഒരു ലാറ്ററൽ എഡ്ജിൽ കൊണ്ട് ടച്ച് ചെയ്യിപ്പിക്കുന്നതും ഒത്തിരി മിസ്റ്റേക്ക് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഏത് എഡ്ജാണ് എന്ന് നോക്കിയിട്ട് വേണം പ്രൊജക്റ്റ് ചെയ്യാൻ. ഇത് ബേസ് എഡ്ജാണ്. സോ നേരെ പ്രൊജക്റ്റ് ചെയ്ത് ബേസ് എഡ്ജിൻ്റെ ഫ്രണ്ട് വ്യൂ B', C' തന്നെ കൊണ്ടുപോട്ടിക്കുക. അതുപോലെ OC എന്ന് പറയുന്നത് ലാറ്ററൽ എഡ്ജാണ്. ആ എഡ്ജ് ഇവിടെ എവിടെയാണെന്ന് നോക്കുക, എന്നിട്ടേ പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കാവൂ. സോ ഞാൻ 2നെ നേരെ മോളോട്ട് പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ച് O', C'-ൻ്റെ ഫ്രണ്ട് വ്യൂ ഇതേണ്ടേ, ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ. സോ എനിക്ക് കിട്ടി ദിസ് പോയിന്റ് ഈസ് 2'. ഇനി 3' നമുക്കറിയാം D എന്ന് പറയുന്ന കോർണറിലാണ്. അത് നേരെ പ്രൊജക്റ്റ് ചെയ്താലും അതേ കോർണറിൽ തന്നെ വരും. സോ ഇതാണ് എൻ്റെ 3'. ഇനി ഇത് തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമ്മളുടെ ആൻസറായി. നോക്കിക്കേ, ജോയിൻ ചെയ്യിപ്പിക്കുന്ന നോക്കിക്കൊള്ളുക. 1 to 2 1 to 2 2 to 3 1 to 2 2 to 3 കണ്ടോ, കിട്ടി. ഇത്രയും നമുക്ക് കിട്ടി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് പഴയ പ്രോബ്ലത്തിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? 1 2 3 അങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തെ പോർഷൻസ് എല്ലാം മായ്ച്ച് കളഞ്ഞിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യല്ലേ ചെയ്യാറ്. അതേ പരിപാടി തന്നെ ഇവിടെയും ചെയ്യുക. അകത്തെ പോർഷൻസ് എല്ലാം മായ്ച്ച് കളയുക. നോക്കുക,
ഞാൻ അകത്തെ പോർഷൻസ് എല്ലാം മായ്ച്ചു കളഞ്ഞു. അതിനുശേഷം ഇവിടെ ഷെയ്ഡ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് പ്രോബ്ലമാണ്, ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. സിമ്പിളുമാണ്, നമ്മൾ വെറുതെ മാർക്ക് കൊണ്ട് കളയരുത്, ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കണ്ടോ, നമ്മളതിനെ ഷെയ്ഡ് ചെയ്തു. സോ ഇതാണ് സെക്ഷണൽ പ്ലാൻ, ഇതാണ് സെക്ഷണൽ എലിവേഷൻ. ഇനി ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ വേണം. ഇവിടെ എന്തുകൊണ്ടാണ് ട്രൂ ഷേപ്പ് വരയ്ക്കാൻ പറയുന്നത്? ഇവിടെ കണ്ടോ, കട്ടിംഗ് പ്ലെയിൻ ഇങ്ങനെ ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ട്രൂ ഷേപ്പ് വരയ്ക്കാൻ പറഞ്ഞത്. നേരെ മറിച്ച് ഈ കട്ടിംഗ് പ്ലെയിൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നെങ്കിൽ, അതായത് XYക്ക് നോക്കിക്കേ, XYക്ക് പാരലായിട്ടിരിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ട്രൂ ഷേപ്പ് വരയ്ക്കേണ്ടി വരത്തില്ലായിരുന്നു. ഇനി ഞാൻ ഇതിനെ വരയ്ക്കാൻ പോവാണ്. ട്രൂ ഷേപ്പ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, പഴയ പോലെ തന്നെ XY ലൈനിൽ ഒരു പോയിന്റ് ഇടുക. ആ പോയിന്റ് എന്ന് പറയുന്നത് 1 ആയിട്ട് അസ്യൂം ചെയ്യുക. 1. ഇനി 1, 2, 3 എന്നുള്ള ആ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക. സോ ഞാൻ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുകയാണ്. 1 കിട്ടി, 2 and 3. 1, 2, 3 3 ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി. ഇനി നമുക്കിതിനകത്തെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, പ്രൊജക്റ്റ് ചെയ്യുന്ന ഡയറക്ഷനാണ് ഡിഫറൻസ്. നേരത്തെ പ്രോബ്ലത്തിൽ കട്ടിംഗ് എഡ്ജസ് മുകളിലായതുകൊണ്ട് നമ്മളതിനെ താഴോട്ടാണ് പ്രൊജക്റ്റ് ചെയ്തത്. ഇവിടെ മുകളിലോട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഒന്നുമില്ല, നമ്മൾ ഓർക്കേണ്ട കാര്യം, എവിടെയാണോ നമുക്ക് ക്രോസ് സെക്ഷണൽ ഷേപ്പ് കിട്ടുന്നത് ആ ഷേപ്പ് ഉള്ളിടത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാവൂ. നോക്കുക, ഇതിനെ നമ്മൾ മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്തു, വളരെ ലൈറ്റായിട്ട് മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്തു. 2 ലൈറ്റായിട്ട് മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്തു. 1 ലൈറ്റായിട്ട് വേണം. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ പോയിന്റ്സ് ഉള്ളിടത്തുനിന്ന് റൈറ്റിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. എവിടെയാണോ സെക്ഷൻ വരുന്നത് അവിടെ നിന്ന് വേണം പ്രൊജക്റ്റ് ചെയ്യാൻ, അത് മാത്രം ഓർത്താൽ മതി. 1 ഉം 3 ഓൾറെഡി X ആക്സിസിൽ തന്നെയാണ്, അത് കാരണം അതിൻ്റെ ആവശ്യമില്ല. സോ ഇതാണ് നമ്മളുടെ 1', ഈ പോയിന്റ് നമ്മളുടെ 2', ഈ പോയിന്റ് നമ്മളുടെ 3'. അത് തമ്മിൽ ജോയിൻ ചെയ്യുക, ഷെയ്ഡ് ചെയ്യുക. ഇനി ഇതിനെ ഷെയ്ഡ് ചെയ്താൽ മതി, നമ്മളുടെ ആൻസറായി. ഇതാണ് നമ്മളുടെ ആൻസർ. സോ നമ്മളുടെ ഫിഗർ കംപ്ലീറ്റ് ആയി. ഡയമെൻഷൻസ് ഒക്കെ മാർക്ക് ചെയ്യുക. എത്രയാണ് ഹൈറ്റ് എന്ന് ക്വസ്റ്റിനകത്തുണ്ട്. ബേസ് 2.5, ഹൈറ്റ് 6 മില്ലിമീറ്റർ ആണ്, 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 2.5 സെൻറ്റിമീറ്റർ, 2.5 cm അത് കാണിക്കുക. ഹൈറ്റ് 6 cm. കട്ട് ചെയ്ത ഇൻക്ലിനേഷൻ 20 ഡിഗ്രിയാണ്. സോ ആ ഇൻക്ലിനേഷൻ 20 ഡിഗ്രി അതെല്ലാം കാണിക്കുക. സോ ഇതിൻ്റെ റേഡിയസ്, ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 7 മില്ലിമീറ്റർ ആണ്, അതും കാണിക്കുക.